കനന ഛായയില ப்ரொபோஸ் பண்ற பாவத்துக்கு என்னதான் பண்ண வேண்டியதா இருக்கு. സൂപ്പർ സൂപ്പർ. ദിയയുടെ ഫാമിലിയില് അശ്വിൻ പെട്ടെന്ന് കണക്ട് ആവും. ഇപ്പം എന്റെ അച്ഛനമ്മ അല്ലെങ്കിൽ ഇത്ര സിസ്റ്റേഴ്സ്, ഇതില് അശ്വിൻ പെട്ടെന്ന് കണക്ട് ആവുക ഇന്ന ആളായിട്ടായിരിക്കും എന്ന് ദിയക്ക് തോന്നിയത് ആരായിരിക്കും? സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഐ വുഡ് തിങ്ക് ഇറ്റ്സ് മൈ ഫാദർ. അച്ഛനായിട്ടായിരിക്കും. യെസ്, കാരണം ഇവന്റെ എന്റെ അച്ഛന്റെയും പലതരം ഐഡിയോളജി സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സെക്കൻഡ് നോക്കിയിട്ട് വൈ ആർ യു ടോക്കിംഗ് ലൈക്ക് മൈ ഫാദർ അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഹി ഹാസ് സ്പോക്കൺ മോർ ടു ഹൻസിക. ഹൻസിക്കയുടെ ചില കോമഡിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഐ തിങ്ക് ഹീസ് മോർ ക്ലോസ് വിത്ത് ഹർ. അങ്ങനെ ഭയങ്കര ക്ലോസ് എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്. ബട്ട് നാളെ ഒരു ദിവസം ഒന്ന് ഇരുന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയ ഹീൽ ബി ദ മോസ്റ്റ് ക്ലോസ് വിത്ത് മൈ ഫാദർ. ഓക്കെ. ചേട്ടൻ എങ്ങനെ? ചേട്ടൻ സീരിയസ് ആണോ? ചേട്ടൻ ഇവനേക്കാൾ 10 വയസ്സ് മൂത്തതാ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിൾ വേ ഓഫ് ടോക്കിംഗ് ആൻഡ് മെച്യൂരിറ്റി നമ്മളാണ്. ചേട്ടനാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം. എന്തായാലും എന്ത് കാര്യമായാലും എന്തെങ്കിലും പറയത്തുള്ളൂ. നമ്മൾ ചെറിയ വയസ്സ് തൊട്ടായാലും നമുക്ക് ഈ 9 years 10 years ഗ്യാപ്പ് ഉണ്ടായാലും അത് അറിയത്തില്ല. ഞാൻ ചേട്ടൻ അങ്ങനെ വിളിക്കാറില്ല. നമ്മളെപ്പോഴും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടും അതൊരു നൈസ് വൈബാണ്. എനിക്ക് പുള്ളിക്കാരൻ ആണ് ഏറ്റവും ഇഷ്ടം. എനിക്കത് തുറന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പുള്ളിക്കാരൻ വർക്ക് ചെയ്ത് ഒരു പരിധി കഴിഞ്ഞപ്പോ വർക്ക് ചെയ്യുന്ന ക്യാഷ് കൊണ്ടായിരുന്നു ഇവന്റെ കോളേജ് ഫീസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് അതിനു മുന്നേ ഐ വുഡ് ലവ് ടു ടോക്ക് അബൌട്ട് ഹിസ് മദർ. വി ഷുഡ് റെസ്പെക്ട് ഹർ ബിക്കോസ് ആക്ച്വലി യുവർ മദറിന്റെ കാര്യം യു ഷുഡ് ആക്ച്വലി ടെൽ. അതെ, അമ്മയായാലും ശരി. ലൈക്ക് നമ്മള് സാധാരണ ആ ഒരു ലൈഫ് തന്നെയാണ്. അതെ, സാധാരണമാണ്. അങ്ങനെയൊക്കെയാണ്. മീൻസ് ഇപ്പൊ ചേട്ടനും ഞാനൊക്കെ ഉള്ളപ്പോ അമ്മ ഒരു സിംഗിൾ ഹാൻഡഡ്. അച്ഛൻ അടിപൊളിയാണ്. അച്ഛൻ പുള്ളിക്കാരൻ പണ്ടേ റൊമാൻറ്റിക് ആണ്, അത് വേറെ കാര്യം. അച്ഛനും പിന്നെ അമ്മയും കുറെ ഇങ്ങനെ കുറെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്മയുടെ ഇതൊക്കെ വ്ളോഗിൽ ലോട്ട് ഓഫ് തിങ്സ് ഇവരെ രണ്ടുപേരെയും പഠിപ്പിക്കാനായിട്ട്. ലൈക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഏതാണ് ഷീ മെയ്ഡ് മണി ജസ്റ്റ് ഫോർ ദെയർ എഡ്യൂക്കേഷൻ. അത് വെരി റെസ്പെക്ടബിൾ, വെരി വെരി. കാരണം ഇവരെ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് കച്ചവടമൊക്കെ കൂടിയോ? പറഞ്ഞു കൊടുക്കാം ഇവന്റെ വീട്ടിലെ സിറ്റുവേഷൻ. രാവിലെ എണീച്ചപ്പോ രണ്ടും കിടന്ന് അടിയാണ്. നീ അത് പാക്ക് ചെയ്യും, നീ മറ്റത് പാക്ക് ചെയ്യും, നീ എന്നെ കാണിക്കുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് നേരെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. കുറച്ച് ദിവസമൊക്കെ അതന്നെ എന്റെ. പക്ഷെ ഓക്കെ, എന്തായാലും ബിക്കോസ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കും ജോലിയായി ചേട്ടനും ജോലിയായി നമ്മൾ ഇതാകുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും തന്നെ പറഞ്ഞു ഇനി വേണ്ട. 10 days how much would she make? ഒരു മോർ ദാൻ ആക്ച്വലി 400 bottles ഒക്കെ പോയി കാണും. ലൈക്ക് നിയർ ടു ഒരു 50,000. താങ്ക് യു ആക്ച്വലി. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അമ്മയായാലും ആക്ച്വലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബിസിനസ് ഒക്കെ വരണ മുമ്പ് ഞാൻ ആക്ച്വലി ജോലിയൊക്കെ ആയപ്പോൾ അവർ രണ്ടുപേരും ജോലിയൊക്കെ നിർത്തി. പക്ഷെ രണ്ടെണ്ണത്തിന് വിട്ടിട്ട് ശരിയാവത്തില്ല. രണ്ട് ഭയങ്കര അടി, ഒന്നും ചെയ്യാനില്ലാതെയാ.